നമസ്കാരം. യൂടോക്ക് ടീം ഇപ്പോൾ ഉള്ളത് കേരള സ്കൂൾ കലോത്സവം വേദി 5-ലാണ്. ഇപ്പോൾ കേരള നടനം ഹയർ സെക്കൻഡറി യോഗം കേരള നടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മത്സരിച്ച ഒരു കലാകാരനാണ്. അപ്പോൾ ആ കലാകാരോട് നമുക്ക് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ചോദിച്ചറിയാം. അപ്പോൾ നമസ്കാരം. നമസ്കാരം. എന്തായിരുന്നു പേരെന്താ? എൻ്റെ പേര് ഗൗരികൃഷ്ണ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേജ് ഫിയർ? എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേജ് ഫിയർ? ഓൾറെഡി ഇപ്പോൾ 2 സ്റ്റേജ് കയറിയിട്ടുണ്ട്. ചെറിയ പേടിയുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, കയറി കളിച്ചു. എങ്ങനെയുണ്ട് കേരള നടനം എന്തെന്ന് പറയാമോ? കേരള നടനത്തിൻ്റെ തുടക്കം ശ്രീ ഗുരു ഗോപി മാഷാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. ആള് കലാമണ്ഡലത്തിലാണ് പഠിക്കുന്നതായിരുന്നത്. അപ്പോൾ രാഗിണി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമേരിക്കൻ ആർട്ടിസ്റ്റ് ഇവിടെ കലാമണ്ഡലത്തിൽ വന്നിട്ട് അവിടെ നിന്ന് ഒരാളെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വള്ളത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ തിരഞ്ഞെടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ശ്രീ ഗുരു ഗോപിനാഥനെ രാഗിണി ദേവി കാണുന്നത്. അപ്പോൾ ആളെ കൊണ്ടുപോയി ആളുടെ മെയിനായിട്ട് ആൾ കഥകളിയാണ് ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ കഥകളി വേണ്ട, അതിന് പകരം ഇതിനെ പറ്റിയ ഡ്രാമയ്ക്ക് പറ്റിയ ഒരു സിംഗിൾ കുറച്ച് പാട്ട് കൊടുത്തു. ആ പാട്ട് പിറ്റേ ദിവസം ആൾ ഒരു പുതിയ രൂപം ഉണ്ടാക്കി കേരള നടനം എന്നായിരുന്നില്ല, കഥകളി നടനം എന്നായിരുന്നു ആദ്യം. പിന്നീട് അതിനെ മാറ്റി കേരള നടനത്തിലേക്ക് ആക്കിയതാണ്. അപ്പോൾ രാഗിണി ദേവിക്ക് വേണ്ടിയിട്ടാണ് ഈ കേരള നടനം, കഥകളി നടനം ഉണ്ടാക്കിയത്. പിന്നെ ഒരുപാട് പേർക്ക് എന്താണ് കേരള നടനം എന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തത് ഗുരു മാഷ് രാഗിണി ദേവിക്ക് വന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഞാനിപ്പോൾ സ്റ്റേജിൽ ചെയ്തത്. അതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പാട്ട്, അതാണ് ചെയ്തത്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വരികൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം. രാഗിണി ദേവി അമേരിക്കയിൽ നിന്ന് വന്ന് കലാമണ്ഡലത്തിൽ വന്ന് ഗുരു ഗോപിനാഥ് മാഷിനെ കൊണ്ടുപോയി ഡാൻസ് ചെയ്ത് ഡ്രാമ ചെയ്തു. അതേപോലെ ഗുരു ഗോപിനാഥ് മാഷ് മരിക്കുന്നുണ്ട്. അത് ഓരോ ദിവസം ഇതേപോലെ വൈകുന്നേരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാമനായിരുന്നു അതിൽ, രാമനെ കാട്ടിലേക്ക് അയക്കുന്നതാണ് ആൾ ചെയ്തത്. അപ്പോൾ അത് ചെയ്യണതിൻ്റെ ഇടയിൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും അവസാനം ഞാൻ ചെയ്തത്. അത് നല്ലൊരു ഇതാണ് ചെയ്തത് അവർ. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഇദ്ദേഹത്തിൻ്റെ ഗുരുവാണ്. അപ്പോൾ ഗുരുവിനോട് നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ കേരള നടനം ഇപ്പോൾ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? കേരള നടനത്തിൻ്റെ മൂല്യം കുറയാൻ കാരണം എന്ന് പറയുന്നത് കേരള നടനം പഠിച്ച ആൾക്കാരല്ല അത് കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത്. ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ പല രീതിയിൽ പല അടവുകളെയും മാറ്റിയാണ് ചെയ്യുന്നത്. അപ്പം അത് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള കലാമണ്ഡലത്തിൽ ഈ ഒരു വിഷയമേ പഠിപ്പിക്കുന്നില്ല. തിരുവനന്തപുരം മ്യൂസിക് കോളേജിലാണിത് ഐച്ഛിക വിഷയമായിട്ട് ഡിഗ്രിയും PGയും ഇപ്പോൾ നടക്കുന്നത്. പിന്നെ നടനഗ്രാമത്തിൽ നടക്കുന്നുണ്ട്, ഗുരു ഗോപിനാഥിൻ്റെ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്നുണ്ട്. വേറെ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഒരുപാട് പേര് കേരള നടനം അധ്യാപകരാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്നതിൻ്റെ അതൊരു വലിയൊരു അപാകതയാണത്. ഡാൻസ് അറിയാമെന്നുണ്ടെങ്കിലും ഡാൻസേഴ്സ് കേരള നടനം എന്നൊരു പറഞ്ഞ കലാരൂപം എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറൻ്റാണ്. അത് കഥകളിയല്ല, അത് മോഹിനിയാട്ടമല്ല, അത് ഓട്ടംതുള്ളലും അല്ല, വേറൊരു കലാരൂപമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. പ്രത്യേകിച്ചും ഗുരുജി അങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കേരള നടനത്തിൻ്റെ ആദ്യകാല പേര് എന്ന് പറയുന്നത് കഥകളി നടനം എന്നായിരുന്നു പേര്. പിന്നെയാണ് അത് കേരള നടനം എന്നൊരു പേരിലേക്ക് മാറ്റിയെടുത്തത്. കേരള നടനം പോലുള്ള കലാരൂപങ്ങൾ ഇന്ന് കേരളത്തിൽ അന്യം നിന്ന് പോവുകയാണോ? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കലോത്സവ വേദിയിൽ നിന്നും യൂടോക്കിന് വേണ്ടി ക്യാമറമാൻ ക്രിസ്റ്റിക്കൊപ്പം അനൂപ്.